ഹായ് ഫ്രണ്ട്സ്, അജു വെൽഡിംഗ് ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ബിർളയുടെ ആരോകോൺ പാനൽ വെച്ചിട്ട് ബാത്റൂമുകൾ സെറ്റ് ആക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതേപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുകളൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരോകോൺ പാനൽ വെച്ചിട്ട് എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് രണ്ട് ബാത്റൂമുകൾ സെറ്റ് ആക്കാനുള്ളത്. ഒരു 5 അടി സ്ക്വയറിൽ വരുന്ന രണ്ട് ബാത്റൂമുകളാണ് നമുക്ക് ഇവിടെ സെറ്റ് ആക്കാനുള്ളത്. അപ്പൊ അതിനായിട്ടുള്ള പാനലുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സൈറ്റിൽ തന്നെ നമുക്ക് കുറെ പാർട്ടീഷൻ ചെയ്യാനുണ്ട് ആരോകോൺ പാനൽ വെച്ചിട്ട്. അപ്പൊ അതിനുള്ള സാധനം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സാധനം ഇറക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-2 ഒരു പാനല് 70 കിലോളം വരും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ പാനൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് താഴെയും മുകളിലും വെക്കാനുള്ള ചാനൽ ഹോൾസ് ആക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഹോൾസ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കേണ്ടത്. നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ പ്ലഗ് അടിച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനൽ താഴെയും മുകളിലും സെറ്റ് ആക്കേണ്ടത്. കറക്റ്റ് ആയിട്ട് തൂക്കിട്ട്, അതായത് സ്പിറ്റ് ലെവൽ മാർക്ക് ചെയ്തിട്ട് വേണം താഴെ മുകളിലും ചാനൽ പിടിപ്പിക്കാൻ. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 8 അടി ഹൈറ്റ് വരുന്ന 2 അടി വീതിയും 3 ഇഞ്ച് കനം വരുന്ന പാനലാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ബാത്റൂം ആയതുകൊണ്ട് കിച്ചൺ ചെയ്യുമ്പോഴും നമ്മൾ 3 ഇഞ്ച് കനം വരുന്ന പാനൽ എടുത്തിട്ട് ചെയ്യാൻ നോക്കണം. പാനൽ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ കിച്ചണും ബാത്റൂമും ഒക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം. കാരണം വെള്ളത്തിന്റെ ഉപയോഗം ഒരുപാട് തട്ടുന്നതുകൊണ്ട് നമ്മൾ എല്ലാ കല്ലുകൊണ്ട് പടുത്ത് ചെയ്യുകയാണെങ്കിലും പാനൽ കൊണ്ട് വെച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ ഒരുപാട് ആളുകൾ നമ്മോട് വിളിച്ചിട്ട് ചോദിക്കലുണ്ട്, കല്ലുകൊണ്ട് പടുത്ത് ചെയ്യലാണോ ലാഭം, അതായത് പാനൽ വെച്ചിട്ട് ചെയ്യാണോ ലാഭം എന്നുള്ളതൊക്കെ വിളിച്ച് ചോദിക്കലുണ്ട്. ഓരോ നാട്ടിലും കല്ലിന് പല പല റേറ്റുകളും കാര്യങ്ങളുമാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാനൽ വെച്ചിട്ട് ചെയ്യണോ കല്ല് വെച്ചിട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത്. അതേപോലെ നമ്മൾ പാനൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും. കല്ലാകുമ്പോൾ നമുക്ക് 8 ഇഞ്ച് 9 ഇഞ്ച് കല്ലിന്റെ സ്പേസ് പോവും. അതേ ടൈമില് അതേ സ്ട്രോങ്ങിൽ നമുക്ക് 3 ഇഞ്ച് പാനൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്ഥലം നമുക്ക് കിട്ടും. അപ്പോ ഈ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത്, അതായത് ഇപ്പൊ നമുക്ക് ഡോർ 2.10 ഹൈറ്റിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 2.10 നമ്മൾ ഒരു ബീം വെക്കാനുള്ള കട്ടിങ് ഇടും. അതെന്തിനാ വെച്ചാൽ അതിന്റെ മുകളിൽ ബീം വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മുകൾക്ക് പാനൽ ഇടുന്നത്. അതേപോലെ നമുക്ക് ഒരു പാനൽ നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. നമ്മൾ ഒന്നും കട്ട് ചെയ്ത പാനൽ എടുത്തിട്ട് അടുത്ത ജോയിന്റിലേക്ക് നമുക്ക് ഈ പാനൽ വെച്ചിട്ട് ഇടാൻ പറ്റും. അതേപോലെ നമ്മളെ വീടിന് സ്ട്രക്ചർ സ്ട്രെങ്ത് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ല് വെച്ചിട്ട് നമുക്ക് മുകളിൽ റൂമുകളൊക്കെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് നമ്മൾ ആവശ്യമില്ലാതെ വീടിന്റെ സ്ട്രക്ചറിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ വന്നാൽ നമുക്ക് പാനൽ വെച്ചിട്ട് നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ തിരിക്കാവുന്നതാണ്. ഒരു 2 കല്ല് എടുക്കുക, ഒരു 2 വെട്ടുകല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് ഒരു 80 കിലോനോളം 2 കല്ലിന് വെയിറ്റ് വരും. അതേ ടൈമിൽ നമുക്കൊരു 8.2 ഒരു പാനൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു 90 കിലോ അല്ലെങ്കിൽ 100 കിലോ വെയിറ്റ് നമുക്ക് വരുള്ളൂ. അപ്പൊ അത്രയും വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പാനൽ വെച്ചിട്ട് ചെയ്താൽ മതി എന്നുള്ളത് പറയുന്നത്. അതേപോലെ ഒരുപാട് സ്പേസും നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഭാവിയിൽ പിന്നെ റൂം അല്ലെങ്കിൽ വാളൊക്കെ ഒന്ന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം വേസ്റ്റ് ആവുന്നില്ല. കല്ലാണെങ്കിൽ അതിന്മേ തേപ്പ് അല്ലെങ്കിൽ പെയിന്റിങ്, കല്ലിന്റെ പകുതി അതൊക്കെ നമുക്ക് വേസ്റ്റ് ആവുന്നതാണ്. ഈ പാനൽ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ചാനൽ ഊരിയിട്ട് പാനൽ ഊര മാറ്റി എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത് അതേപോലെ അങ്ങോട്ട് മാറ്റി ഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പാനല് വെച്ചിട്ട് നമ്മൾ വാള് പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ലാഭം. ഇപ്പൊ 8 അടിന്റെ പാനലാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 8 × 2 16 സ്ക്വയർ ഫീറ്റ് അങ്ങനത്തെ ഒരു 4 പാനലാണെന്നുണ്ടെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വന്നു, ആ സ്ക്വയർ ഫീറ്റിൽ എത്ര വെട്ടുകല്ലാണെന്നുണ്ടെങ്കിൽ എത്ര വെട്ടുകല്ല് വന്നു, അതിന്റെ രണ്ടിന്റെയും വെയിറ്റ് ഡിഫറൻസ് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്രത്തോളം വെയിറ്റ് നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ വീടുകളുടെ മുകളിലൊക്കെ കയറ്റി വെക്കുന്നുണ്ട് എന്നുള്ളത്.
അതുകൊണ്ടാണ് പാനല് നമ്മൾ ലാഭമാണെന്നുള്ളത് പറയുന്നത്. പാനൽ വെച്ചിട്ട് ചെയ്താൽ നമ്മളെ വീടിനോ കാര്യങ്ങൾക്കോ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ്, പാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ വയറിങ് ചെയ്യാൻ പറ്റുമോ, അത് വയറിങ്ങിന് നമ്മൾ ബോർഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വയറിങ്ങിന്റെ പൈപ്പ് കൊടുക്കാൻ പറ്റുമോ, അതേപോലെ ടൈൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സാധാ നോർമൽ ചുമരില് നമ്മൾ കട്ട് ചെയ്തിട്ടാണല്ലോ വയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്, അതുപോലെ ഈ പാനലിലും ചെയ്യാവുന്നതാണ്. അതേപോലെ ടൈല് നമുക്ക് അതിൽ സെറ്റാക്കാം. ടൈൽ ഇട്ടിട്ട് നമ്മൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ ടൈൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പാനലാണ് ചുമരുന്നുണ്ടെങ്കിൽ വരുന്നില്ല. അപ്പോൾ വളരെ ടൈം കുറച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളോ ഓഫീസുകളോ അല്ലെങ്കിൽ മറ്റെന്ത് സ്ഥാപനങ്ങളോ ആവട്ടെ വാൾ പാർട്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്